ഹായ് ഗൈസ്, ഇന്നൊരല്പം നേരം വൈകിട്ടുണ്ട് കേട്ടോ. നമ്മൾ 8 മണിക്ക് ഇറങ്ങുന്നതാണ്. ഇന്ന് 8:30 ആയിട്ടുണ്ട്. 24-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ കൂടുതലൊന്നും നിൽക്കുന്നില്ല. ഞാൻ ആപ്പ് ഓണാക്കി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് അടിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ സ്റ്റേഡിയം പോയിട്ട് ഇടയ്ക്ക് നമുക്ക് അടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ അടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം റൂമിൽ തന്നെ ട്രിപ്പ് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്തുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം എന്നാൽ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് ചെയ്യണം ഗൈസ്. നമ്മൾ 8:30 വീട്ടിൽ ആപ്പ് ഓണാക്കി ഇരുന്നതാണ്. അതിന് മുന്നേ ഇരുന്നിട്ടുണ്ട്. ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. 9 മണിയായില്ലേ. ഇന്നാണെങ്കിൽ നേരം വെള്ളം ചെയ്തു. മറ്റേത് 7:30 ഇറങ്ങുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ ട്രിപ്പ് അടിക്കുമായിരുന്നു. ഇന്നെന്തായാലും കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു വണ്ടി. സ്റ്റേഡിയം ഇല്ല, ഞാൻ വലിയ ബ്ലോക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ അവിടെ പോയി കിടക്കാമെന്ന് ശരിയാണ്. അപ്പോൾ ഒരു ലോക്കലെങ്കിലും എന്തായാലും അടിക്കും. ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് ടൈം എടുത്തല്ലേ, രാവിലെ എത്തിയല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പയ്യെ അടിച്ചോളൂ. ഫസ്റ്റത്തെ ഒരെണ്ണം അടിക്കാനാണ് കുറച്ച് പാടുള്ളത്. അപ്പോൾ അപ്പോൾ നമ്മളത് സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ്. അപ്പോൾ നമ്മളെ 2 സൈഡിലും ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് IMA ഹൗസിലോ എവിടെയോ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ദിവസങ്ങളിലാണ് നമ്മുടെ ഇവിടെ ഇത്രയും വണ്ടികളുണ്ടാവുക. അതായത് നമുക്ക് ഓട്ടം കിട്ടും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്. വേറെ ഇവിടെ അങ്ങനെ ഇല്ല. IMA ഹൗസിൻ്റെ പ്രോഗ്രാം അവിടെ വണ്ടി ഇറങ്ങുന്ന പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് എന്തായാലും ട്രിപ്പ് അടിക്കും. ഇവിടെ വേറെ ടാക്സി ഒന്നും കാണുന്നുമില്ല. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സമയം കറക്റ്റ് 8:57. ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് മാറ്റി ചിന്തിക്കാം. ഓക്കെ, വേണ്ട, ഇവിടെ സ്പേസ് കുറവാണ്. പാർക്കിംഗ് ഇല്ലല്ലോ. ചേടാ, നല്ല പാർക്കിംഗ് ഇരുന്നത് അങ്ങനെ വരൂ. അതിൻ്റെ മുന്നിലുണ്ട്, അവിടെ ഇല്ല. ഇവിടെ ഇടാൻ പറ്റത്തില്ല, അടിക്കുന്ന ഭാഗമാണ്. നമുക്കത് ഇവിടെ നിർത്താം. പഠിക്കുകയാണെങ്കിൽ കറങ്ങിപ്പോയി എടുക്കണം, അത്രയേ ഉള്ളൂ. നോക്കാം, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഹായ് ഗൈസ്, നമുക്കിതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ആരാന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് വിളിച്ച് നോക്കാം എന്തായാലും ഗൈസ്. ഹലോ, ലോഡഡിൻ്റെ മുന്നിൽ അല്ല. ഞാൻ കറക്റ്റ് ചെയ്യാൻ മറ്റേ പ്ലാൻ ഇതില്ലേ, എവിടെ നിൽക്കുന്നത്? ഞാൻ എവിടെ നിൽക്കുന്നത്? ചാർക്കോൾ, അതായത് ആ പ്ലാം ട്രീൻ്റെ ഒക്കെ അടുത്തല്ലേ? ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് ലൊക്കേഷൻ കാണിക്കണത് ബാക്കിലാണോ നിൽക്കുന്നത്? അതിൻ്റെ അടുത്ത് വരെ പോകണ്ട. ഏതാ അതിൻ്റെ പേരെന്ത് പറഞ്ഞേ? അതല്ല എവിടെ നിൽക്കുന്ന ലൊക്കേഷൻ്റെ സ്ഥലത്തിൻ്റെ പേര്? അല്ല, അതല്ല, ഏതോ കടേൻ്റെ പേര് പറഞ്ഞല്ലോ എന്നോട് ഇപ്പോൾ. ചാർക്കോൾ. ചാർക്കോൾ. ഞാൻ എന്തായാലും ഉടനെ അടിച്ചുകൊണ്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 145.34 പൈസയാണ് നമുക്ക് ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കിലോമീറ്ററിനെ ഇപ്പോൾ പറഞ്ഞുതരാം. കിലോമീറ്റർ 5.62 കിലോമീറ്റർ, അതായത് 15 മിനിറ്റും 29 സെക്കൻഡ് റണ്ണിങ്. 145.32 പൈസ. ക്യാഷ് കളക്ട് 209 രൂപ ക്യാഷ് കളക്ട് കാണിച്ചത്. 145.34 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളിത് ഇവിടെ എത്തി. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെയാണ്.
ഇവിടെ ഉണ്ടല്ലോ പുതിയ CNG സ്റ്റേഷൻ വന്നിട്ട്. ഇവിടെ ഇതുവരെ ഞാൻ CNG അടിച്ചിട്ടില്ല. ഒരു വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നൈറ്റ് 10 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ 10 മണിക്ക് ശേഷം ഇവിടെ എത്തിയത്. അപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. ടൈമുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് പോയി ഫില്ല് ചെയ്തിട്ട് കാണാം. അവിടെ CNG ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പം എന്തായാലും അടിച്ചിട്ടില്ല. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അവിടെ. നമുക്ക് വിശാലമായിട്ട് കിടക്കുകയാണ്. 2 സ്റ്റേഷൻ ഉണ്ട്. അപ്പുറത്ത് ആളുണ്ടാവും. ഓക്കെ, ഉണ്ടാവും ചോദിച്ചപ്പോൾ അവൻ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ അങ്ങോട്ട് പോകുമോ എന്ന്. ഓക്കെ ഗൈസ്, അതൊന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഗൈസ്. നമ്മൾ CNG ഫില്ല് ചെയ്തിട്ടുണ്ട്. 323 രൂപയ്ക്കാണ് CNG ഫില്ല് ചെയ്തിട്ടുള്ളത്. 322.74. അപ്പോൾ 23 രൂപ തന്നെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എത്ര മണി വരെ ഉള്ളതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് 10 മണി വരെയൊന്നും ഇല്ല, 9:45 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നത്. ബാക്കി വലിയ തിരക്കുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മറൈൻ ഡ്രൈവിനാണ് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഓട്ടടിക്കും. മറൈൻ ഡ്രൈവ് അല്ല, സോറി, ക്യൂൻസ്വാക്കേൻ്റെ ഇവിടെ. ആ രണ്ടും അടുത്ത് തന്നെയാണ്. നമുക്ക് ക്യൂൻസ്വാക്കേൻ്റെ അവിടെ എവിടെയെങ്കിലും പോയി സീഡാക്കാൻ ഗൈസ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോപ്പ് പോകാൻ തോന്നും. ഷോപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ശരിയാവത്തില്ല ഗായ്സ്. നമുക്കിത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് U-turn അടിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. വിചാരിച്ച മാതിരി തന്നെ ഞാൻ രണ്ടിനും നടുക്ക് കൊണ്ടുവന്നിട്ടാണെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഒരു ആലിങ്ങനെ എടുത്ത് പോവായിരുന്നു. അയ്യോ, തന്നെയല്ലേ. ഓക്കെ, അവരെന്നെ പറയുന്നുണ്ട് അപ്പുറത്താണെന്നുള്ളത്. കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി മാറിയതാണ് ഗൈസ്. ഇവിടുത്തെ ടീം ഒരു വട്ടം കയറിയിട്ടുണ്ടായിട്ട് ഫസ്റ്റ് റേസ് വെച്ചിരുന്നു, ഒരു സെക്കൻഡിൽ വെപ്പിച്ചു, തേർഡിൽ വെപ്പിച്ചു. ഭയങ്കര ഷോറായിരുന്നു. ഏവണ്ട് എവിടെയാണോ മാറ്റി കയറി ടവർ 1. ചേട്ടാ എവിടെയാ ഇത്? ഞാൻ ടവർ 1ന്റെ മുന്നിലുണ്ട്. അത് ആ റൗണ്ട് അടിച്ച് വരാനാണോ? അയ്യോ, അങ്ങനെ ഞാൻ ആ മറ്റേ മെയിൻ ഗേറ്റ് കയറി വന്നു. മെയിൻ ഗേറ്റ് കയറി വന്നിട്ട് ടവർ 1 കണ്ടു. ടവർ 1 കഴിഞ്ഞ് ആ ഇതിന് റൗണ്ട് അടിച്ച് വരാം അല്ലേ? ആ 2 ഉണ്ട്. ഓക്കെ ഓക്കെ, 5 അല്ലേ? ഇതെത്തും ടവർ 3. ടവർ 4
5 എന്ന് പറയുമ്പോൾ എന്താ പറയുക, പാർക്കിംഗ് എൻട്രി ടവർ 5. ഓക്കെ, പുള്ളിക്കാരൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കാണാം. ഗൈസ്, നമ്മളിത് ആസ്റ്റർ മെഡിസിറ്റിയിലാണുള്ളത്. ക്യാഷ് നമ്മളെ കിട്ടിയിട്ടുള്ളത് 206.28 കിലോമീറ്റർ. ഞാൻ ഇപ്പോൾ പറയാം ഗൈസ്, 20 കിലോമീറ്റർ കാണിച്ച് 7.22 കിലോമീറ്റർ, 206.28 16 മിനിറ്റ് റണ്ണിങ്. ഓക്കെ ഗൈസ്, പുള്ളിയുടെ അടുത്തുള്ള സംസാരിച്ചിട്ടില്ല. പുള്ളി എന്താ ബിസിനസ്മാൻ ആണ്. നമ്മളെ ഫ്ലാറ്റിൻ്റെ വില കേട്ടാൽ തന്നെ നെറ്റിപ്പോകും. 3 കോടി രൂപ ഉണ്ട് ആ ഫ്ലാറ്റിൽ റേറ്റ്. ഞാൻ ചുമ്മാ ചോദിച്ചാൽ നമ്മുടെ ഫ്ലാറ്റിനൊക്കെ എന്താ റേറ്റ് എന്നുള്ളത്. 3 കോടി 6 കോടി വരെ ഉണ്ട് അവിടെ. 2 BHK 1 BHK ഒന്നും ഇല്ല. സ്റ്റാർട്ടിങ്ങിന് 3 BHK ആണ്. അതിന് മേലേക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പുള്ളിക്ക് അറിയത്തില്ല. അങ്ങനെ അതിനെ പറ്റി ഒരുപാട് സംസാരിച്ചു. ഓരോ ആക്സസിനെ പറ്റിയിട്ടും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ക്രൗൺ പ്ലാസേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ലാലേട്ടൻ്റെ. അതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനെ ഒരുപാട് ലോക വിവരങ്ങൾ സംസാരിച്ച് പുള്ളി ഇവിടെ ഇറങ്ങാൻ നേരത്ത് പുള്ളിക്ക് ഒരു കോൾ വന്നു. പിന്നെ അതിൽ മിസ് ആയി പോയി. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിൻ്റെ ഇവിടെ കടന്ന ഓട്ടം കിട്ടാതിരിക്കൊന്നുമില്ല. എന്നാലും എനിക്കിവിടെ കിടക്കുന്ന ഇഷ്ടമല്ലേ. അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. ഞാൻ നമ്മുടെ പേഴ്സണൽ ഓട്ടമുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നത്. അഡീസായിട്ട് ഇപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ ഓട്ടാൻ പോകുന്ന കാരണം, പുറത്തോട്ടം പോകുന്നത് ലോങ് പോകുന്ന കാരണം എടുക്കാറില്ല. നഷ്ടപ്പെടുത്തണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് ഒരു 3-6 പോക്കൊക്കെ ഉണ്ട് ആ ഓട്ടത്തിൽ. ഞാൻ അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ, ഒന്ന് ഉണ്ടോ ഇല്ലേന്ന് അറിയാലോ. അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് പോവുകയാണെങ്കിലായാലും പ്രശ്നം ഉണ്ടാവില്ല. അവനെന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാൻ പുള്ളിക്കാരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനേ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പാലാരട്ട് ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടുന്നത് നമ്മൾ കളയണ്ടല്ലോ. ഇവിടുന്ന് കിട്ടും, കിട്ടാതിരിക്കൊന്നുമില്ല. ഞാൻ തൽക്കാലം മാപ്പ് ഇട്ട് വെച്ചു. അങ്ങനെയാകുമ്പോൾ പോകുന്ന പോക്കിൽ ആ ഏരിയകളിൽ എവിടെയെങ്കിലും അടിക്കുകയാണെങ്കിൽ അതും എടുത്തുകൊണ്ട് പോകാമല്ലോ. ഒന്ന് ചവിട്ടിത്താണ് മക്കളെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പാലാരിവട്ടം എത്തിയിട്ടുണ്ട്. നമ്മളെ പേഴ്സണൽ ഓട്ടം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കണം. ഞാൻ വിശക്കുന്നുണ്ട്, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നേരത്തെ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാനവിടെ സൈഡാക്കിയിട്ട് പുള്ളിക്കാരിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് പുള്ളിക്കാരിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി കാണാം ഗൈസ്. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ പേഴ്സണൽ ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇനി നമ്മളവിടുന്ന് രാജഗിരി ഹോസ്പിറ്റൽ അവിടെ പോയി കിടക്കാൻ പോവാണ്. നേരം 12 മണിയായിട്ടുണ്ട്. അവിടെ ബാറ്ററിയിലോ ഇതേ ശ്രദ്ധിച്ചില്ല ഗൈസ്. നമ്മൾ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു പേഴ്സണൽ ട്രിപ്പ്. 400 രൂപ കിട്ടും. കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത്യാവശ്യം ഓട്ടവും കിട്ടുന്നുണ്ട് ആ ഒരു കെയർ ഓഫിൽ. അതുകൊണ്ട് ഞാൻ മാക്സിമം അത് നഷ്ടപ്പെടുത്താറില്ല. ഈ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് അടിച്ചേ, അടുത്ത ട്രിപ്പ് അടിച്ചേ. ഓക്കെ, 46 മിനിറ്റ് 329 രൂപ. അത് എവിടുത്തെയാണോ ഗൈസ്? നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 7 മിനിറ്റ് റണ്ണിങ്. അതായത് 3.9 കിലോമീറ്റർ. പിക്കപ്പ് ലൊക്കേഷൻ എത്തി 7 മിനിറ്റാണ്, 3.9 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലായിരുന്നു കേട്ടോ. പുള്ളി കയറി. ഞാൻ കറക്റ്റ് ലൊക്കേഷനിലായിരുന്നു അല്ലേ? 7351. ഒരു 7351 ഈ നമ്പർ ഇപ്പോൾ വിളിച്ചതല്ലേ? അതെ അതെ. എവിടെയാണ് ലൊക്കേഷൻ? എവിടെയത്? 7935 അല്ലേ? അല്ല, ലൊക്കേഷൻ ഇത് മറ്റേ തൃപ്പൂണിത്തുറ. അങ്ങോട്ടാണ് വന്ന വഴിക്ക് തന്നെ. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു.
വൈറ്റ് ലൈൻ്റെ ഒക്കെ ഇടയ്ക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ എത്ര കിലോമീറ്റർ എന്നോ 25 കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് കിട്ടിയ ഫെയർ എന്ന് പറഞ്ഞാൽ 361 രൂപയാണ്. 51 മിനിറ്റ് റണ്ണിങ്. അതായത് കിലോമീറ്ററിന് ചാർജ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് 14 രൂപ. അത് വളരെ മോശം ഫെയറാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിനെ പറ്റി അറിയുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം 361 ഹരിക്കണം 25 വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററിന് 14 രൂപ. അതിപ്പോൾ എന്ത് പറയാനാണ്. ഇതിന് നേരൊക്കെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയായിരുന്നെങ്കിൽ എന്താ പറയുക, ആ പെരുമ്പാവൂർ ഭാഗത്തേക്ക് കിട്ടുമായിരുന്നു. കാരണം ആ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല ഫെയറിലുള്ള ട്രിപ്പുകളാണ് കിട്ടുക. 400, 500, 600 ഒക്കെ ആയിട്ട്. ഇതൊരുമാതിരി മുമ്പ് പരിപാടിയായി പോയി. ഇന്നലെ ഞാൻ അതേമാതിരി സംഭവം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ എയർപോർട്ടിലത്തെ കാര്യം. 45 മിനിറ്റ് ഓടിയിട്ട് 39 മിനിറ്റ് കാണിച്ച് അത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ 100 ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അങ്ങനെയല്ല, കിട്ടിയിട്ടുണ്ട്, ടയർ കിട്ടിയിട്ടുണ്ട്, അത് ടാക്സ് പോയതാണ്, അതാണ്, വേറെ ഒന്നുമല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കറക്റ്റ് നമുക്കിവിടെ കാണിക്കുന്ന 39 മിനിറ്റ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഊബർ ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ആയിട്ട് ചെയ്യൂ. പിന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്ക് ഓഫ്ലൈനിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ആക്കും. പിന്നെ എന്താണ് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ ഇത് കണക്ട് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ വെറുതെ ഇതൊക്കെയാണ് അവർ പറഞ്ഞ ന്യായങ്ങൾ. അതായത് ആ ബഗ് വന്നതിന് എന്ത് വിഷയത്തിലാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അവർ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് ഗൈസ്. പുള്ളി അവിടെ നിർത്തി തന്നിട്ടുണ്ട്. കണ്ണ് കാണുന്നില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. സെറ്റ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുണ്ട്. പുള്ളിക്ക് അറിയുന്നതുകൊണ്ടാണ് പുള്ളി കറക്റ്റ് അവിടെ കൊണ്ട് നിർത്തിയത്. ഞാൻ അവിടെ റിവേഴ്സ് ചെയ്യാൻ നിൽക്കുന്ന പരിപാടിയായിരുന്നു. അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയില്ല, റോഡ് പൊളിഞ്ഞ് പണ്ടാറാണെങ്കിൽ കിടക്കുകയാണ്. ഇന്ന് പ്രത്യേകം വീണ്ടും പറഞ്ഞു, ഞാനാണെങ്കിൽ ഒരു സംഖ്യൻ്റെ കട്ടെടുത്തിട്ടുണ്ട്. അലൈൻമെൻറ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും മിക്കവാറും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ വൈറ്റിലെ ഹബ്ബ് എത്തിയിട്ടുണ്ട്. 1.2 കിലോമീറ്റർ ഇവിടുന്ന് വൈറ്റിലെ ഹബ്ബിലോട്ട്. അതിനിപ്പോൾ ഹബ്ബിൽ പോയിട്ട് നടക്കാം കൈസ്. മഴയും പെയ്ത് എന്തെങ്കിലും ഓട്ടം നല്ല എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നലെ പിന്നെ എയർപോർട്ടും ഇരിഞ്ഞാലക്കൂടെ ഒക്കെ ഉണ്ട് പോയതുകൊണ്ട് നല്ല ഫെയർ ആയിരുന്നു കിട്ടിയത്. ഇന്ന് ഇതിനായിട്ട് ഞാൻ കുറച്ച് ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് തന്നെ ആദ്യം ട്രിപ്പ് അടിക്കാനും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പിന്നെ കിട്ടിയതൊക്കെ നോർമലുള്ള ഓട്ടമാണ്. ആകെ ഒരു സമാധാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-400 രൂപ, 15 കിലോമീറ്റർ ഓടി 1400 രൂപ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതൊരു ലെക്കാണ്. അതേമാതിരി ഇത് 25 കിലോമീറ്റർ ആണ്. ഞാൻ ആലോചിക്കേ 15 കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് 400 രൂപ പേഴ്സണൽ ഓട്ടത്തിന് കിട്ടിയത്. ഞാൻ ഇപ്പോൾ ഈ ഒരു ഓട്ടം ഇങ്ങോട്ട് വന്നത് 25 കിലോമീറ്റർ എനിക്ക് കിട്ടിയ ഫെയർ എന്ന് പറഞ്ഞാൽ 361 രൂപ. അപ്പോൾ ഈ പേഴ്സണൽ ഓട്ടം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവനിത് കാണിച്ചത്, അവൻ്റെ ഇതിൽ കാണിച്ചത് 499 കാണിച്ചത്, 499 കാണിച്ചിട്ട് എനിക്ക് കിട്ടിയത് 361 രൂപ. എങ്ങനെ ഉണ്ട് ഒന്നും പറയാനില്ല. അപ്പം എന്നാൽ ശരി ഗൈസ്, നമ്മൾ ഹബ്ബിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വല്ല ട്രിപ്പൊക്കെ അടിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, നേരം 3:30 ആയിട്ടുണ്ട്. ഞാനവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 1:15 എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യം പറയില്ല, ഞാൻ അപ്പോൾ ഓഫാക്കിയിട്ടാണ്. 2 മണി ഇച്ചിരി 1 മണിക്കൂർ എങ്ങനെയല്ലോ 1 മണിക്ക് എത്തുന്ന വെച്ചാൽ ഈടാക്കണ വെച്ചാൽ 1 മണിക്കൂർ ഞാൻ കിടക്കും. കാരണം ആ സമയത്ത് നല്ലൊരു ഉറക്കത്തിൻ്റെ ഒരു ഇത് വരും. പിന്നെ വല്ല കുറച്ച് റെസ്റ്റ് എടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. ആ റെസ്റ്റ് കഴിഞ്ഞ് എണീറ്റതാണ്. 3:30 ആയിട്ടുണ്ട്. നമ്മത് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറുതാണ്, അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കഴിച്ചു.
നമ്മുടെ കസ്റ്റമർ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ തന്നെയൊന്നുമില്ല, ഞാൻ വ്ളോഗിൽ പറഞ്ഞ പിന്നെ 8054 ലൊക്കേഷൻ ഉണ്ടായിരുന്നു നെട്ടൂർ. ഹായ് ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 142.36 പൈസ, സോറി 146.32 പൈസയാണ് നമുക്ക് ഫെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എത്ര കിലോമീറ്റർ ആണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. 7 കിലോമീറ്റർ 146 രൂപ കിട്ടിയത്. 15 മിനിറ്റ് നേരത്തെ ഓട്ടം, എന്തായാലും നല്ലതാണ്. മിനിറ്റ്. ഈ റോഡ് വളരെ ചെറിയ റോഡാണ് ഗൈസ്. നമുക്കത് അടുത്ത ഒരു ഓട്ടം അടിച്ചിട്ടുണ്ട്. ഓട്ടം കാണിക്കുന്നത് 1.8 കിലോമീറ്റർ ആണ്, 4 മിനിറ്റ്. പിക്കപ്പ് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളാ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഉണ്ടന്നൂർ പാലത്തിന് ചൂട്ട് വന്നതാണ്. അവിടെ തന്നെ അടിച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തുള്ളൂ, അതിനുള്ളിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. മണ്ടത്തരമല്ല, മൂഞ്ചിലിട്ടിട്ടുണ്ട്. ഇതൊരു ബുക്കിംഗ് ആയിരുന്നു. അടുത്ത സമയം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. 5:15 ഈ ട്രിപ്പ് എടുക്കേണ്ടത്. ഞാൻ 5 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് പോകുന്നു. അതേ ഉണ്ടായത്. ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായിരുന്നു. കുഴപ്പമില്ല ഗൈസ്. ഞാനെന്തായാലും കറക്റ്റ് ലൊക്കേഷനിൽ നമ്മൾ പോയി നിൽക്കും. അത്ര തന്നെ. നമുക്ക് 5:15 ആയാൽ മാത്രമേ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5:15 അതെ, കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈം 10 മിനിറ്റ് ഇനിയുണ്ട്. 10 മിനിറ്റ് 40 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ അവരെ ഫോൺ വിളിച്ച് കിട്ടത്തില്ല. നമ്മൾ തൽക്കാലം ലൊക്കേഷനിൽ പോയി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 198 രൂപയാണ് നമ്മളെ ഏണിങ്സ് ഉള്ളത്. 225 രൂപയായിരുന്നു ക്യാഷ് കളക്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എത്ര കിലോമീറ്റർ ആണ് അതെന്ന് വെച്ചാൽ 8.64 കിലോമീറ്റർ. എടാ ചെക്ക് ഒന്ന് എടുത്തിട്ട് പോടാ. ചുമ്മാ ബാഗ് കിടന്ന് ഓണടിക്കാനാണ് സ്പേസും ഉണ്ട്. ഒക്കെ നമ്മളിവിടെ സൗത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ SBI ഭാരത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുന്നിലാണ് നിർത്തിയിട്ടുള്ളത്. ഈ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ ചായ കുടിച്ചു. ഒരു 10 കഴിച്ചു. പക്ഷേ സുഖമില്ല. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ ദിവസത്തെ ഒരു ഓട്ടക്കുറവ് തന്നെ നൈറ്റും ഉണ്ടായിരുന്നു. എന്നാലും തരക്കേടില്ല. ഞാനിപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. സൗത്ത് നിന്ന് ഓട്ടൊന്നും അടിക്കുന്നില്ല. MG റോഡിലോട്ടൊന്ന് കയറിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ MG റോഡിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്ത് തൊട്ട് കുറച്ചുകൂടെ MG റോഡ് എത്തിയപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. സംഭവം കസ്റ്റമർ ഒരു 150 മീറ്റർ
വിളിച്ചു നോക്കാം എന്താ അവസ്ഥ. ആ കസ്റ്റമറാണെന്ന് തോന്നുന്നു വരുന്നത്, എനിക്ക് അറിയത്തില്ല. ഹലോ, അത് എവിടെയാണ് ഞാൻ പറഞ്ഞ, എനിക്ക് സ്ഥലം മനസ്സിലായിട്ടില്ല. ഞാൻ സെൻട്രൽ സ്ക്വയർ മാളിന്റെ അബാദ് പ്ലാസ ഇല്ലേ? സെൻട്രൽ സ്ക്വയർ മാൾ കഴിഞ്ഞിട്ട് അബാദ് പ്ലാസയുടെ മറ്റുണ്ട്. ആ സെൻട്രൽ സ്ക്വയർ മാൾ കഴിഞ്ഞിട്ടാണ്. അതെ അതെ, യൂസറിൽ കൊടുക്കുന്ന ലൊക്കേഷൻ. ആ അതാ അബാദ്. ഓക്കെ, കണ്ടു. അതിനുള്ളിലോട്ടാണ് വരുന്നത്. അബാദ് പ്ലാസ കയറിയിട്ട് ഉള്ളിലേക്ക് വന്നോളൂ. അബാദ് ATM പറഞ്ഞിട്ട് ബാക്ക് സൈഡിൽ വേറെ ഷോപ്പിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ സെക്യൂരിറ്റിനോട് ചോദിച്ചോട്ടെ. അതന്നെ അബാദ്. അബാദ് ATM ആണ് പേര്. അബാദ് പ്ലാസ കയറിയിട്ട് അതിന് നേരെ ഉള്ളിലേക്ക് പിക്കപ്പ്. ഓക്കെ, അത് വരുന്നുണ്ട്. ശരി ശരി, ഞാൻ 2 മിനിറ്റിലേക്ക് താഴെ വരാം. ഓക്കെ. ഗൈസ്, നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇവിടെ ജിമ്മിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയിൽ ഇരുന്നിട്ട് മറ്റേ എന്തൊക്കെയോ അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടി വൃത്തിയിടൊന്നും ആക്കിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, വണ്ടി വൃത്തിയിടൊന്നുമില്ല. പുള്ളിക്കാരി ഭക്ഷണമല്ല എന്തോ കഴിച്ചായിരുന്നു വണ്ടി എന്നിട്ട് വെള്ളവും. അതിന് വണ്ടിയാകരപ്പാക്കെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നമില്ല. നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കവറും കാര്യമൊക്കെ പുള്ളിക്കാരി ഇറങ്ങുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അയ്യോ, ഞാൻ ഫെയർ പറഞ്ഞല്ലേ, ഇതിൻ്റെ ചെറിയ ഓട്ടമാണ്. ഞാൻ പറഞ്ഞുതരാം. 181.36 പൈസയാണ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. മാച്ച് അടിക്കുന്നുണ്ട്. മാച്ച് ചെയ്യാൻ എടുക്കത്തില്ല, കാരണം അതിൻ്റെ അക്സെപ്റ്റൻ റേറ്റും കൂടത്തില്ല, ക്യാൻസലേഷൻ റേറ്റും കൂടത്തില്ല. കാരണം ക്യാൻസലേഷൻ റേറ്റ് എനിക്ക് 2 ഉണ്ട്, അക്സെപ്റ്റൻ റേറ്റ് എനിക്ക് 89 അപ്പോൾ 181.36 പൈസ, 9 കിലോമീറ്റർ. കുഴപ്പമില്ല, തെറ്റ് പറയാനില്ല. സമയം 6:30 ആയിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു സുഖമില്ല ഇന്ന്, വയറിനൊരു സുഖമില്ല.